ഫ്രണ്ട്ലി PSC ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGS സിലബസിലുള്ള പൊതുജനാരോഗ്യം അത് ഒരു സീരീസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി PSC പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ, കാണുക. അപ്പോൾ നമ്മൾ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എടുത്തു, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എടുത്തു. ഇന്ന് നമ്മൾ സിലബസിലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പഠിച്ചു. പലതരം സാംക്രമിക രോഗങ്ങൾ പഠിച്ചു. ബാക്ടീരിയ പരത്തുന്നത്, ഫംഗസ് പരത്തുന്നത്, വൈറസ് പരത്തുന്നത്, പ്രോട്ടോസോവൻസ് പരത്തുന്നത്, ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ സ്വന്തം കോഡുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഡെവലപ്പ് ചെയ്ത കോഡുകൾ. ഒരു 6 വർഷത്തിന് മുന്നേ, അതിന് മുന്നേ നമ്മൾ പണ്ട് മുതലായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ കാലം മുതലേ ചെയ്തു വരുന്ന കോഡുകളാണ്. അത് പഠിച്ച് പലരും ജോലിക്ക് കയറിയിട്ടുമുണ്ട്. അപ്പോൾ അതേ കോഡുകൾ തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വായുവിലൂടെ പകരുന്നത്, ജലത്തിലൂടെ പകരുന്നത്, കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഇതെല്ലാം കോഡിലൂടെ ഞാൻ പഠിപ്പിച്ചു അല്ലേ? നമ്മൾ പഠിച്ചു, എല്ലാവരും പഠിച്ചു. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലതരം, സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം, അതിനെ പറ്റിയെല്ലാം പഠിച്ചു. ഹെൽത്ത് സെന്ററുകളെ പറ്റിയും ആരോഗ്യ പരിപാലനത്തിന് ഉള്ള പദ്ധതികളെ കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇന്ന് ജീവിതശൈലി രോഗങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതുപോലെ വൈകിട്ട് 7:30 നമ്മൾ ലൈവ് സെക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫ്രണ്ട്ലി PSCയുടെ ചാനലിൽ വന്നിട്ട് ലൈവിൽ ക്ലിക്ക് ചെയ്താൽ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പകരുന്ന അസുഖങ്ങളെ പറ്റി പറഞ്ഞു, പകരാത്ത അസുഖങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇങ്ങനെ പകരാത്ത അസുഖങ്ങൾ പലതരമുണ്ട്. ജീവിതശൈലി രോഗം, ജനിതക രോഗം, തൊഴിൽജന്യ രോഗം, പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഇതൊന്നും അങ്ങനെ പകരുന്ന രോഗങ്ങളല്ല. ഈ സാംക്രമിക രോഗങ്ങളാണല്ലോ പകരുന്നതിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ പകരാത്ത രോഗങ്ങളിൽ വരുന്നതാ. അപ്പൊ അതിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതൊക്കെ SCERT ഉള്ളതുകൊണ്ട് ഇത് പഴയ SCERT കേട്ടോ. പുതിയ SCERT ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞേക്കുന്നത് ഒന്ന് പറഞ്ഞു പോവാ അല്ലേ? ജനിതക രോഗങ്ങൾ പ്രധാനമായിട്ടും PSCക്ക് ചോദിക്കുന്ന ഏതൊക്കെയാണെന്ന് അറിയാവോ? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഈ ഗിരിവർഗ്ഗക്കാരിൽ കണ്ടുവരുന്ന അസുഖം ഏതാണ്? വയനാട്ടിലെ ഗിരിവർഗ്ഗക്കാരിൽ കണ്ടുവരുന്ന അസുഖം ഏതാണെന്നൊക്കെ ചോദിക്കാതെ ഏതാണ്? സിക്കിൾ സെൽ അനീമിയാണ്. പിന്നെ ഹീമോഫീലിയ, അതായത് മുറിവുണ്ടായാൽ ബ്ലഡ് കട്ട പിടിക്കാതെ ഇങ്ങനെ ഒഴുകുന്ന അസുഖമാണ്, അതാണ് ഹീമോഫീലിയ. അത് രണ്ടും ജനിതക രോഗമാണ്. ഹീമോഫീലിയ ക്രിസ്മസ് രോഗം എന്നൊക്കെ പറയുന്നുണ്ട്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നൊക്കെ പറയും. തൊഴിൽജന്യ രോഗവും ഉണ്ട്. പിന്നെ പോഷകഘടകങ്ങളുടെ അപര്യാപ്തം മൂലമുള്ള രോഗമുണ്ട്. ഈ പോഷകങ്ങളുടെ അപര്യാപ്തം മൂലമുള്ള രോഗം ഏതാണെന്നാ? വിറ്റമിൻസിന്റെ ക്ലാസ്സിൽ ഫ്രണ്ട്ലി PSC വിറ്റമിൻസ് ക്ലാസ് എന്ന് അടിച്ചു കൊടുത്താൽ വിറ്റമിൻസ് കോഡോട് കൂടിയുള്ള ക്ലാസ് കിട്ടും. അതിൽ എല്ലാ അപര്യാപ്തം, ഇപ്പോൾ Aയുടെ കുറവ് മൂലം കണ്ണിനെ ബാധിക്കുന്ന അസുഖം ഉണ്ടാകുന്നു, വിറ്റമിൻ Cയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു എന്നൊക്കെ അതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. പിന്നെ തൊഴിൽജന്യ രോഗങ്ങളിൽ പ്രധാനമായിട്ട് ഈ കൽക്കരി ഖനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ന്യൂമോകോണിയോസിസ് ഉണ്ടാവും. അപ്പം കൽക്കരി മൂലം ഉണ്ടാകുന്ന അസുഖം കോണിയോസിസ്, ന്യൂമോകോണിയോസിസ്. ന്യൂമോ എന്ന് പറയുമ്പോൾ ശ്വാസമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ കൽക്കരി ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ന്യൂമോകോണിയോസിസ്. ആ കാ വെച്ചിട്ട് നോക്കാം. പിന്നെ ടിന്ന്, മൈക്ക, സ്വർണം, അതിൻ്റെ ഖനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അസുഖം ഏതാണെന്നറിയാവോ? സിലിക്കോസിസ് ആണ്. അപ്പോൾ മറ്റത് കോണിയോസിസ് ആണെങ്കിൽ ഇത് സിലിക്കോസിസ് ആണ്. പിന്നെ ഒരു രോഗം കൂടെ PSC ചോദിക്കുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, ആസ്ബറ്റോസിസ്. അപ്പോൾ 3 കിട്ടിക്കാണുമല്ലോ. ഓക്കെ, അത് തൊഴിൽജന്യം. പിന്നെ ജനിതകം പറഞ്ഞു, തൊഴിൽജന്യം പറഞ്ഞു, ഇതും പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ജീവിതശൈലി രോഗത്തിലേക്ക്, അതായത് മര്യാദയ്ക്ക് നമ്മൾ ഹെൽത്ത് ഒന്നും നോക്കാതെ കുറേ അസുഖങ്ങൾ വരുത്തി വയ്ക്കത്തില്ലേ? അപ്പോൾ ആ അസുഖങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. അതിലേക്ക് പോവാം. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്? അതായത് അനാരോഗ്യകരമായ ജീവിതശീലങ്ങൾ തുടരുന്നതിലൂടെ നമ്മൾ വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നത്. അതായത് അമിതമായ മദ്യപാനം, പുകവലി, മാനസിക സംഘർഷം, വ്യായാമം ഇല്ലായ്മ, ഭക്ഷണത്തിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ മൂലമാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നത്. അപ്പോൾ PSC ചോദിക്കുന്ന പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ PSC നമ്മളോട് ചോദിക്കുന്നത് മെയിനായിട്ടും ഈ കാണുന്ന കാരണങ്ങൾ ചോദിച്ചിട്ട് ഇത് ഏതസുഖമാണ് അങ്ങനെയാ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയേ, ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരെന്താണ്? പ്രമേഹം എന്നാണ്. പ്രമേഹത്തെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം പ്രമേഹത്തിൽ നിന്ന്
കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രമേഹം എന്തിൻ്റെ തകരാറ് മൂലം, ഏത് അവയവത്തിൻ്റെ തകരാറ് മൂലം ഉണ്ടാകുന്നതാ? അതായത് പാൻക്രിയാസിൻ്റെ തകരാറ് മൂലമാണ് ഉണ്ടാകുന്നത്. ഈ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖമാണ് ഏത്? പ്രമേഹം. പ്രമേഹം 2 തരമുണ്ട്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. ഈ പൊണ്ണത്തടി, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, അങ്ങനെയുള്ള ജീവിതശൈലി രോഗമായിട്ടുണ്ടാകുന്നത് ഏതാണെന്നറിയാവോ? അതായത് നമ്മുടെ അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും പിന്നെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടല്ലോ പ്രമേഹം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാകണതെന്ന് വെച്ചാൽ അത് ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന ടൈപ്പ് 2 പ്രമേഹമാണ്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ചില കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടെന്ന്? അതേതാണെന്നറിയാവോ? ടൈപ്പ് 1 പ്രമേഹം. അപ്പം നമുക്ക് ആ പ്രമേഹത്തെ പറ്റിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വരും. അപ്പോൾ SCRT-യിൽ തന്നെയുള്ള ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെയും ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെയും ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേ, ശ്രദ്ധിച്ചേ. ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. നമ്മൾ ആ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തകരാറുണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ T ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കും. അപ്പോൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കും എന്ത് പറ്റും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ടും കുറച്ച് ജനിതക കാരണങ്ങളാണ്. അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വരിക. ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്ന് നിങ്ങളെ നോബൽ പ്രൈസിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കലകൾ തന്നെ നമ്മുടെ ശരീരം നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ T ലിംഫോസൈറ്റ് വന്നിട്ട് ബീറ്റാ കോശങ്ങളെ, പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതോടുകൂടി എന്ത് പറ്റും? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ ശരീരത്തിന് വരും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 പ്രമേഹത്തിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഇൻസുലിൻ നൽകിക്കൊണ്ടിരിക്കുക. ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്ത് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം എന്താണെന്നറിയാവോ? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് പൊണ്ണത്തടിയും ജീൻ തകരാറും. അതായത് കുറച്ചൊക്കെ ജനറ്റിക് ഫാക്ടർ ഉണ്ട്. മെയിനായിട്ടും എന്താണ്? ജീവിതശൈലി മൂലമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ടൈപ്പ് 2 പ്രമേഹത്തിന് സൊല്യൂഷനായിട്ട് പറയുന്നത് എന്താ? ആഹാര നിയന്ത്രണവും വ്യായാമവും. ഇപ്പോൾ 126 mg/100 ml കൂടുതൽ ഗ്ലൂക്കോസ് വരുന്ന അവസ്ഥയാണ് പ്രമേഹം. പിന്നെ അടുത്ത PSC ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മളുടെ മൂത്രത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനുപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ പേരെന്താണ്? അതിനുപയോഗിക്കുന്ന സൊല്യൂഷൻ്റെ പേരാണ് ബെനഡിക്റ്റ് ലായനി. ഏതാണ് പേര്? ബെനഡിക്റ്റ് ലായനി. പിന്നെ അടുത്ത PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, അതായത് ലോക പ്രമേഹ ദിനം എന്നാണ്. നവംബർ 14 ശിശുദിനത്തിൽ മിഠായി കിട്ടി, അത് കഴിച്ചപ്പോൾ പ്രമേഹം വന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ നവംബർ 14 ലോക പ്രമേഹ ദിനം. പിന്നെ PSC വ്യത്യസ്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ സിമ്പിൾ എന്തുവാന്ന്. അതായത് ലോക പ്രമേഹ ദിനത്തിൻ്റെ ഈ സിമ്പിളില്ലേ, നീലവൃത്തം. അതായത് പ്രമേഹത്തിൻ്റെ ലോഗോ. പ്രമേഹത്തെ പറ്റി അവയർനെസ് കൊടുക്കാനാണല്ലോ നമ്മൾ നവംബർ 14 ആ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതിനൊരു ലോഗോയും കൂടെ ഉണ്ട്. എന്താണ്? ബ്ലൂ സർക്കിൾ. എന്ത് സർക്കിളാണ്? ബ്ലൂ സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചതാണ്. ഇനി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് മൂലം, അപര്യാപ്തത മൂലം, തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രമേഹം നമ്മൾ പഠിച്ചു. 2 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു, ടൈപ്പ് 1 ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 2 ആണ് നമുക്കിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാക്കുന്ന അസുഖം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഫാറ്റി ലിവർ. ഇപ്പോൾ മിക്കവർക്കും ഉണ്ട്. മെലിഞ്ഞുണങ്ങിയാണ് ഇരിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട, ഫാറ്റി ലിവർ വരും. ഒന്ന് പോയി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരെന്താ? ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവറൊക്കെ മാറാൻ വ്യായാമം ചെയ്താൽ മതി. പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാതെ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ ഇത് മാറാറുണ്ട്. നിങ്ങൾ വെറുതെ പണിയൊന്നും എടുക്കാതെ കുത്തിയിരുന്ന് പഠിത്തം തന്നെയല്ലേ, നല്ല ഫുഡടിയുണ്ട്. അപ്പോൾ ഫാറ്റി ലിവറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന അസുഖമാണേത്? പക്ഷാഘാതം. എന്താണ്? സ്ട്രോക്ക് വന്നു എന്ന് പറയാറില്ലേ? എന്താ സംഭവം? സ്ട്രോക്ക് വരുന്നത് എന്താണ്? മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതാണ്. പിന്നെ ചിലരുടെ കേസിൽ എന്താ? ബ്ലോക്ക് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത്, രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പക്ഷാഘാതമാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് അമിത രക്തസമ്മർദ്ദം, BP എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. സംഭവം എന്താണ്? കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞിരിക്കുമ്പോൾ അതിൽ കൂടെ രക്തത്തിന് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റും? രക്തം ഇങ്ങനെ തള്ളും അല്ലേ? എന്താണ്? ഒരു മർദ്ദം അനുഭവപ്പെടും. അപ്പോൾ
ധമനികളിൽ കൊഴുപ്പടിയുന്നത് മൂലം ഇത്തരമുള്ള രക്തക്കുഴലിൻ്റെ വ്യാസം കുറഞ്ഞ് കുഞ്ഞായി പോകും. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്നൊരു പ്രഷർ. അപ്പോൾ അങ്ങനെ മർദ്ദം അനുഭവപ്പെടുമ്പോൾ രക്തത്തിന് നന്നായിട്ട് ഒഴുകാൻ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? അമിത രക്തസമ്മർദ്ദം. പഠിച്ചല്ലോ. ഇനി അടുത്തത്, ഇനി ഈ സംഭവം ഹൃദയത്തിലാണ് ഉണ്ടാകുന്നെങ്കിലോ അറ്റാക്ക്. അപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ എന്താണ്? അത് ഹൃദയാഘാതമാണ്. അപ്പോൾ ഹൃദയത്തിലേക്കുള്ള കൊറോണറി ധമനികളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അത് ഹൃദയാഘാതമാണ്. അപ്പോൾ ഇത്രയും രോഗങ്ങൾ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചോദിച്ചതാണ് കൂടുതലും ചോദിക്കുന്നത് കേട്ടോ. ഈ ഫാറ്റി ലിവർ അതിൽ തന്നെ ഒരു ലിവർ ഉണ്ട്. അപ്പോൾ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് ഫാറ്റി ലിവർ. അപ്പോൾ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ഫ്രണ്ട്ലി PSC മലയാളം ബുക്കാണ്. മലയാളമുള്ള എല്ലാ പരീക്ഷകൾക്കും, എല്ലാ PSC പരീക്ഷകൾക്കും ഇത് യൂസ്ഫുൾ ആണ്. 2025 ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ചില എക്സാമുകൾക്ക് 10ൽ 10 നമ്മുടെ ബുക്കിൽ നിന്ന് തന്നെ വന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ മറക്കരുത്, 7:30 ലൈവ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് പഠിക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കഴിഞ്ഞ ലൈവിൽ കേരള ചരിത്രമൊക്കെ നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ ലൈവിൽ നമുക്ക് ചരിത്രം ഒന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ഓക്കെ, ബൈ.